മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നിന്റെ അരികെ അല്പനേരം ഇരിക്കാൻ, ആരാധിക്കാൻ, നിന്റെ വലിയ സ്നേഹത്തെയും കരുണയെയും ഓർക്കുവാൻ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേ പക്കൽ ആയിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങയുടെ വലിയ സംരക്ഷണയിലും കരുതലിലും ഞങ്ങളുണ്ട് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഓരോ ദിവസവും അസ്വസ്ഥതപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ കാര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. രോഗത്തിൻ്റെയും വേദനകളുടെയും സാമ്പത്തികമായ തകർച്ചകളുടെയും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളും നിന്ദനങ്ങളുടെയും അപമാനഭാരങ്ങളുടെയും ഒക്കെയായ നിരവധി അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവേ, നിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴാണ് അവയ്ക്കെല്ലാം ആശ്വാസവും ജീവിതത്തിൽ വലിയ പ്രത്യാശയും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങ് തരുന്ന ആശ്വാസവും സ്നേഹവും സമാധാനവും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ജെറമിയായുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുക: കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. ദിവ്യകാരുണ്യ ഈശോയെ, യാദൃച്ഛികമായിട്ടാണെങ്കിലും വായിക്കുവാനിടയായ ഈ തിരുവചനം എത്രമാത്രം ആശ്വാസം ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും അങ്ങ് ഞങ്ങളെ കുറെ കൂടി മെച്ചപ്പെട്ട വ്യക്തികളാക്കുവാനായിട്ടുള്ള പ്രവൃത്തികളാണ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുപാട് സ്നേഹവും വാത്സല്യവും ഞങ്ങൾക്ക് നൽകിയിട്ട് ഞങ്ങളെ വേർപെട്ടു പോകുന്നവരുടെ ഓർമ്മകളുമായി നിന്റെ മുന്നിലായിരിക്കുമ്പോൾ കർത്താവേ, അത് നിന്റെ സ്നേഹത്തിൻ്റെയും വലിയ അനുഗ്രഹത്തിൻ്റെയും പദ്ധതിയായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മുന്നിൽ ദൈവപുത്രനായ അവിടത്തെ മരണത്തിന് വിട്ടുകൊടുത്തപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ നേരിട്ട സഹനം, അതുപോലെ ഞങ്ങൾക്കും അത്തരം അനുഭവങ്ങളെ നേരിടുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും ബാലികാബാലകന്മാരെയും യുവജനങ്ങളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേനലവധിക്കാലത്തിൻ്റെ സന്തോഷമാസ്വദിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും
മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുവാനും തിന്മയുടെ അന്ധകാര വഴികളിൽ നിന്നകന്ന് വളരുവാൻ, അങ്ങയോടൊപ്പം ചേർന്ന് വളരുവാൻ അവരെ സഹായിക്കണമേ. നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടവരുത്താതെ അവരെ കാത്തുകൊള്ളണമേ. കാവൽമാലാഖമാരുടെ സംരക്ഷണം അവർക്കായി നീ ഒരുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. പ്രാർത്ഥനാ സഹായം ആവശ്യമായിരിക്കുന്ന ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരെയൊക്കെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. അവരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവരുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. രോഗപീഠകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. ശാരീരിക സൗഖ്യവും മാനസികമായ ആരോഗ്യവും നൽകി അവരെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ കർമ്മനിരതരായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിസ്വാർത്ഥ സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച അവരെ അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ വിളി സ്വീകരിച്ചവരാണല്ലോ അവരെല്ലാം. അങ്ങേ സുവിശേഷം അവരുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. തീക്ഷ്ണതയോടെ വിശ്വാസ ജീവിതത്തിന് സാക്ഷികളായി, സ്നേഹത്തിൻ്റെ, കരുണയുടെ മാതൃകകളായി, ജീവിതം കൊണ്ട് അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുന്ന സുവിശേഷമായി മാറുവാൻ അവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യനു വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ചതുപോലെ എല്ലാ വിശ്വാസ പരിശീലകരും ക്രിസ്തു രൂപപ്പെടുവാൻ ഈറ്റുനോവിന്റെ അനുഭവമുള്ളവരായി തീരുവാൻ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. അങ്ങേ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞങ്ങളിതാ അങ്ങേ മുന്നിൽ കുമ്പിടുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ.